ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൻ നംൽ 50 മുതൽ 52 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. وَمَكَرُوا مَكْرًا وَمَكَرْنَا مَكْرًا وَمَكَرُوا مَكْرًا. ഈ പദങ്ങൾ ആവർത്തിച്ചു വരുന്നു. ഇതിൽ റാഇനെ തഫ്ഖീം ചെയ്യണം. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുന്നതിനാണ് തഫ്ഖീം എന്ന് പറയുന്നത്. പെരുപ്പിക്കുക എന്നൊക്കെ അതിന് ഭാഷാർത്ഥമുണ്ട്. തഫ്ഖീം, തസ്മീൻ, തഅദീം, അങ്ങനെ പല ഭാഷാർത്ഥങ്ങൾ പല രീതിയിലും അത് നൽകപ്പെട്ടിട്ടുണ്ട്. തസ്മീൻ എന്ന് പറഞ്ഞാൽ തടിപ്പിക്കുക. റാ തടിപ്പിച്ചുകൊണ്ടുള്ള റാ ആണ്. ദമ്മും ഫത്ഹും അതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലുമായി റായിനെ ഉച്ചരിക്കേണ്ടത്. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ തർത്തീഖ് ചെയ്ത് നേർപ്പിച്ച് രായുടെ ശബ്ദവും നൽകപ്പെടേണ്ടതായ സന്ദർഭങ്ങളുണ്ട്. വിശദമായി തജ്വീദ് നിയമങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഏതായിരുന്നാലും ഇവിടെ വമകറൂ റൂ, അതുപോലെ മക്റാൻ റാൻ, വീണ്ടും വമകർനാ വമകർനാ മക്റാൻ. ഇവിടെയുള്ള റാഹുകളൊക്കെയും 4 പദങ്ങളിൽ വന്ന ഈ റാഹുകളൊക്കെയും തഫ്ഖീം ചെയ്യേണ്ട റാഹുകളാണ്. ഇതിൽ ആ റാ അല്ലാത്ത മീം, കാഫ് ഈ അക്ഷരങ്ങളാണെങ്കിൽ ഇസ്തിഫാലിൻ്റേതാണ്, തർഖീഖ് ചെയ്യേണ്ടവയാണ്. വമകറൂ, അത് വമകറൂ എന്ന് പറയരുത്. വമകറൂ എന്നല്ല പറയാ, വമകറൂ വമക. വല്ലാതെ ചെരിഞ്ഞു മേ എന്നിങ്ങനെ ചെരിച്ച് പറയേണ്ട, എകാരം നൽകി ഉച്ചരിക്കുകയും വേണ്ട. വമകറൂ മക്റൻ വമകർനാ മക്റാ വമകറൂ മക്റൻ. മക്റൻ എന്ന് പറയുമ്പോൾ കാഫ് സാക്കിനത്താണ് എന്നതും ശ്രദ്ധിക്കുക. മഹ്മൂസും ഷദീദുമായ അക്ഷരമാണ് കാഫ്, നമുക്കറിയാം. ഹംസ്, ഷിദ്ദ തുടങ്ങിയ സിഫത്തുകൾ സംഗമിക്കുന്ന ഒരക്ഷരം കൂടിയാണ് കാഫ്. അത് മക് മക് എന്നുള്ള ആ ശബ്ദം തന്നെ അതിന് നൽകണം. മക് ക്ക് എന്ന ശബ്ദത്തിന് കൽക്കല വരരുത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മക് മക്റൻ വമകർനാ മകർനാ മക്റൻ വഹും. ആദ്യത്തേതിലും വീണ്ടും മക്റൻ വഹും, ഇങ്ങനെ 2 സന്ദർഭങ്ങളിൽ തൻവീനും ശേഷം വാവും വന്നിട്ടുണ്ട്. മക്റൻ വമകർന, അതുപോലെ മക്റൻ വഹും. ഈ 2 സന്ദർഭങ്ങളിൽ തൻവീനും ശേഷം എന്തുമുണ്ട്? വാവും വന്നിട്ടുണ്ട്. ഇവിടെ വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ഭാഗികമായി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. വഹും ലാ യശ്ഉറൂൻ. വഹും, വാവ് നേരത്തെ വന്നു. വമകർന, അതുപോലെ വഹും. വാവ് 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കിക്കൊണ്ടാണ് വാവ് ഉച്ചരിക്കേണ്ടത്. വഹും ലാ യശ്ഉറൂൻ. വഹും എന്നതിൽ സാക്കിൻ തമീം, അതുപോലെ അതിനുശേഷം ലാം. സാക്കിൻ തമീമും ശേഷം ലാം, സുക്കൂൻ നൽകപ്പെട്ട മീമിന് ശേഷം ലാം. ഇവിടെ ഇൽഹാർ ഷഫവി നൽകി മീമിനെ വണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. വഹും ലാ യശ്ഉറൂൻ. വഹും ലാ എന്നിങ്ങനെ മീമിനെ മണിക്കാതെ ഉച്ചരിക്കുക. ലാ യശ്ഉറൂൻ ലാ യശ്ഉറൂൻ. ഷീൻ തഫശി എന്ന സിഫത്തുള്ള അക്ഷരമാണ്. യഷ് എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. യശ്ഉ, ഐന് മഖ്റജിൽ നിന്ന് തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്.
ഹൽക്കിയ അക്ഷരം. യശ്ഉറൂൻ വീണ്ടും റാ തഫ്ഖീം ചെയ്ത് റാഇനെ ഉച്ചരിക്കുക. വഹും ലാ യശ്ഉറൂൻ. ഫൻദുർ ഈ പദം പ്രത്യേകം ശ്രദ്ധിക്കുക. സാക്കിനത്തായ നൂൻ ഫൻ 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 എന്നുള്ള സാക്കിനത്തായ നൂൻ, ആ നൂനിനെ അസ്ലിൽ അത് തർക്കീഖ് ചെയ്യപ്പെടുന്ന ഇസ്തിഫാലിൻ്റെ ഹർഫാണ് നൂൻ നമുക്കറിയാം. പക്ഷേ ശേഷം വാ വന്നിട്ടുണ്ട്. വാ എന്ന് പറഞ്ഞാൽ ഇസ്തിഅലാൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. നാവ് ഉയർത്തി ഉച്ചരിക്കലാണല്ലോ ഇസ്തിഅല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ അതിനെ ഉച്ചരിക്കണം. വാഇൻ്റെ മഖ്റജ് നമുക്കറിയാം. നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം വഹ്റു തൊറഫിൽ ലിസാൻ മഅ അത്റാഫി സനായൽ ഉലിയ, മേലെ മുൻപല്ലിൻ്റെ അറ്റവും. ഇതാണ് വാഇൻ്റെ മഖ്റജ്. അവിടെ മുത്ബഖായ മുസ്തഅലിയ അക്ഷരമാണ്. എന്നാൽ അതോടൊപ്പം ലൂസാക്കി റഖാവത്തോടെ ഉച്ചരിക്കപ്പെടുന്ന അക്ഷരവുമാണ്. അയവ് വരുത്തി. ഇപ്പോൾ എന്നിങ്ങനെ ഉച്ചരിക്കണം. എന്നിങ്ങനെ അമർത്തി വെച്ച് പറയരുത്. അങ്ങനെയാണ് നമ്മൾ ആളുകൾ പലപ്പോഴും ഉച്ചരിക്കാറുള്ളത്. തെറ്റാണത്. അപ്പോൾ ഈ തഫ്ഖീം ചെയ്യപ്പെടുന്ന വാഇൻ്റെ തൊട്ട് മുമ്പിൽ വന്ന സാക്കിനത്തായ നൂനിന് ഇഖ്ഫാ ചെയ്യണമെന്നതാണ് നിയമം. ഇഖ്ഫാ ഹഖീഖിയാണ്. എന്നാൽ ആ ഇഖ്ഫാ ആകട്ടെ മുഫഖമായ ഇഖ്ഫാ ആണ്. തഫ്ഖീമോട് കൂടിയായിരിക്കണം. കാരണം വാഇ തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരമായതുകൊണ്ട് സാക്കിനത്തായ നൂനും തൻവീനും അതിനെ മുങ്കടക്കുമ്പോൾ അവയ്ക്കും തഫ്ഖീം നൽകണം എന്നതാണ്. അപ്പോൾ ഫൻ എന്ന് തർക്കീഖ് ചെയ്യാതെ റാഇ തഫ്ഖീം ചെയ്യണം. റാഇന് സുക്കൂനാണ്. ഫൻദുർ കൈഫ കാന ആ ശിദ്ദത്തും ഹംസും കാഫിൽ വ്യക്തമാക്കിക്കൊണ്ട് നിലനിർത്തിക്കൊണ്ട് ഉച്ചരിക്കുക. കൈഫ കാന ആഖിബതു മക്രിഹിം. ഐന് സൂചിപ്പിച്ചു കഴിഞ്ഞു. മഖ്റജ് പറഞ്ഞു. ഹൽക്കിയായ അക്ഷരമാണ് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന്. അതിൻ്റെ അലിഫ് ഇവയൊക്കെ തർക്കീഖാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. എന്ന് പറയും. എന്ന് പറയില്ല, മറിച്ച് ആഖിബതു. ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. തഫ്ഖീം ചെയ്യണം. എന്നാൽ കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് നൽകുക. ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള തഫ്ഖീമാണ് ഖാഫിനുണ്ടാവുക. ആഖിബതു മക്രിഹിം നേരത്തെ വന്ന പദമാണ് മക്രിഹിം. എന്നാൽ റാഇന് ഇവിടെ കസ്റ ആയതുകൊണ്ട് തർക്കീഖാണ്. നേർപ്പിച്ച് രായുടെ ശബ്ദമാണ് നൽകുക. മക്രിഹിം അന്ന. ഇവിടെ സാക്കിനത്ത മീമും ശേഷം ഹംസയും ഇൽഹാർ ഷഫവിയാണ് മീമിന് കൊടുക്കേണ്ടത്. മണിക്കാതെ വെളിവാക്കണം മീമിനെ. മക്രിഹിം അന്ന. നൂൻ മുഷദ്ദദ, ഷദ്ദ് നൽകപ്പെട്ട നൂനാണ്, അതിനെ മണിക്കണം. ദമ്മർനാഹും. ഇവിടെ മീമിനും ഷദ്ദ് വരുന്നുണ്ട്. രണ്ടിനും ഉന്നത്താണ്. നൂനും മീമും മുഷദ്ദദത്താണെങ്കിൽ, ഷദ്ദ് നൽകപ്പെട്ടതാണെങ്കിൽ അതിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കണം, ഉന്നത്ത് കൊടുക്കണം. ദമ്മർനാഹും. റാഇന് തഫ്ഖീമാണ്. തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. ദമ്മർനാഹും വഖൗമഹും. സാക്കിനത്ത മീം ആവർത്തിച്ച് വരുന്നുണ്ട്. മീമും ശേഷം വാവും വരുമ്പോൾ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വാവ് ഷഫവിയായ അക്ഷരമാണ്. ചുണ്ടിൽ നിന്നും ഉച്ചരിക്കുന്ന അക്ഷരമാണ് മീമും. അപ്പോൾ ഇവ രണ്ടും ചേർന്ന് വരികയാണ്, അടുത്തായി തുടരെയായി വരികയാണ്. അപ്പോൾ അവ്യക്തമായി പോകാൻ സാധ്യതയുണ്ട്. ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. വാവ് വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നർത്ഥം. വഖൗമഹും ഖാഫ് തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്.
ഷിദ്ദത്തുണ്ട്. വഖൗമഹും അജ്മഈൻ സാക്കിനത്തെ മീമിനെ ഇൽഹാർ ചെയ്യണം, വെളിവാക്ക് ഇൽഹാർ ഷഫവി. അജ്മഈൻ വഖൗമഹും മജ്മഈൻ തെറ്റിച്ച് പറയരുത്. പലരും അങ്ങനെ പറയും, ഹംസ വ്യക്തമാക്കാതെ ഉച്ചരിക്കും, അത് വലിയ തെറ്റാണ്. വഖൗമഹും അജ്മഈൻ ഹംസയുടെ ഒരുപാട് സിഫത്തുകൾ ഇല്ലാതാവുകയാണ്. വഖൗമഹും മജ്മഈൻ മജ്മഈൻ എന്ന് പറയും, തെറ്റാണത്, അങ്ങനെ പറയരുത്. വഖൗമഹും അജ്മഈൻ അജ് എന്ന് വ്യക്തമാക്കി ഹംസ ഉച്ചരിക്കുക, ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. അജ്മഈൻ ജീമിന് സുക്കൂനുണ്ട്, ഖൽഖല സുഗ്റ നൽകി ജീമിൻ്റെ സുക്കൂനിനെ വ്യക്തമാക്കണം. അജ്മഈൻ. ഫതിൽക ബുയൂതുഹും ഖാവിയ ഫതിൽക ബുയൂതുഹും. ഇവിടെ പ്രത്യേകിച്ച് ഹുക്മുകളൊന്നും പറയേണ്ടതായിട്ടില്ല, എന്നാൽ തന്നെയും അക്ഷരങ്ങളൊക്കെ വ്യക്തമായി അതിൻ്റെ സിഫാത്തുകൾ നൽകി. എല്ലാം തർക്കീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഫതിൽക ബുയൂതുഹും ബുയൂതുഹും ഖാവിയ സാക്കിനത്ത മീമിനെ ഇൽഹാർ ചെയ്യണം, ഇൽഹാർ ഷഫവി. ബുയൂതുഹും എന്ന അമീം മണിച്ചു പോകരുത്. ബുയൂതുഹും ഖാവിയ ഇസ്തിഅലാൻ്റെ ഹർഫാണ്, തഫ്ഖീം ചെയ്യേണ്ടതാണ്. അതിൻ്റെ അലിഫിലും തഫ്ഖീം നിലനിർത്തണം. ദീർഘാക്ഷരമായ അലിഫിലും ആ തഫ്ഖീമിനെ നിലനിർത്തുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖോ എന്ന് പറയാം. ഖാവിയതൻ ബിമാ ളമു തൻവീനും ശേഷം ബാഉമാണ്. ഇഖ്ലാബ് ചെയ്ത് തൻവീനിനെ മീമാക്കി മാറ്റി മണിക്കണം. ഇഖ്ലാബ് എന്നാൽ ഒരക്ഷരത്തെ മറ്റൊന്നാക്കി മാറ്റലാണ്. ഖൽബ് എന്നും പറയും. ഇവിടെ മീമാക്കിയിട്ട് ഉച്ചരിക്കുക. ഖാവിയതൻ എന്നുള്ള തം എന്ന് പൂർണ്ണമായും മീമാക്കുക, എന്നിട്ട് അതിനെ മണിക്കുകയും വേണം. ശേഷം ബാ വന്ന കാരണത്താൽ ഇവിടെ ഇഖ്ഫാ ഷഫവിയുടെ നിയമമാണ് ഫലത്തിൽ നൽകപ്പെടുക. ഖാവിയതൻ തം എന്ന് പൂർണ്ണമായും ചുണ്ട് മുറുക്കി പിടിക്കേണ്ട. ഖാവിയതൻ ബിമാ ളമു നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇസ്തിഅലാൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്, തഫ്ഖീം ചെയ്യണം. ളമു ഇന്ന നൂൻ മുഷദ്ദദ വീണ്ടും വരുന്നു, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യഅലമൂൻ. വാഇനെ കുറിച്ച് നമ്മൾ പറഞ്ഞു നേരത്തെ, തഫ്ഖീം ചെയ്യണം, അതിൻ്റെ മഖ്റജൊക്കെ സൂചിപ്പിച്ചു. അതേ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ദാല്. പക്ഷേ നേർവിപരീതമായ തർക്കീഖാണ് അതിനുണ്ടാവുക, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. ദാലിക അത് തെറ്റായിട്ട് സാലിക എന്നൊക്കെ പലരും പറഞ്ഞു പോകാറുണ്ട്, അങ്ങനെ വരരുത്. ഇന്ന ഫീ ദാലിക ലൂസാക്കി പറയേണ്ട അക്ഷരമാണ്. ذلك لآية لقوم يعلمون. لآية തന്നുള്ള തൻവീനിനെ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. ലആയതൻ ലിഖൗം ഖാഫിന് തഫ്ഖീം കൊടുക്കണം, ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ലിഖൗമിൻ യഅലമൂൻ തൻവീനും ശേഷം യാഉമാണ്. ഇദ്ഗാം ബിഗുന്ന നാഖിസ് യായിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിക്കണം. ലിഖൗമിൻ യഅലമൂൻ ഐന് സൂചിപ്പിച്ചതാണ്. മഖ്റജും അതിൻ്റെ ഉച്ചാരണമൊക്കെ ഐനും വ്യക്തമാക്കി ഉച്ചരിക്കുക. ലിഖൗമിൻ യഅലമൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ومكروا مكرا ومكرنا مكرا وهم لا يشعرون. فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين.
فتلك بيوتهم خاوية بما ظلموا إن في ذلك لآية لقوم يعلمون.